റജബ് മാസം ആഗതമായാൽ നമ്മളെല്ലാം ദ്വാരക്കുന്നതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ഷഹ്റ റമളാൻ എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. അപ്പോൾ സുന്നത്തായത് കൊണ്ടല്ല, അങ്ങനെ സുന്നത്താണെന്ന് വിശ്വസിച്ച് ദുആ ചെയ്യേണ്ട. ബിക്കോസ് ഇത് സംബന്ധിയായിട്ടുള്ള ഹദീസ് വന്നിട്ടുള്ളത് ലഈഫാണ്. സ്വഹീഹായ ഹദീസ് സംബന്ധിയായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സുന്നത്താണ് എന്ന് വിചാരിച്ച് ദ്വാരക്കണ്ട. പക്ഷെ നല്ല ദുആ ആണ്. ദുആ നമ്മൾക്ക് പടച്ചവനോട് ചോദിക്കാലോ എന്തും. അപ്പം ഇതിൽ പറയുന്നത് നോക്കൂ, അള്ളാഹുവെ റജബ് മാസത്തിലും ഷഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. വളരെ നല്ല ദുആ തന്നെയല്ലേ. ബല്ലിഗ്ന ഷഹ്റ റമളാൻ, റമളാൻ മാസം ഞങ്ങൾക്ക് നീ എത്തിച്ചു തരികയും ചെയ്യണമേ എന്ന് ദുആ ചെയ്യുന്നു. വളരെ നല്ല ദുആ ആണ്. കാരണം റമളാൻ എന്ന് പറയുന്നത് വളരെ ആത്മീയമായ സമൃദ്ധിയുള്ള മാസമാണ്. അപ്പോൾ അത് എത്തിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു ദുആ ആണ്. അതിൻ്റെ മുന്നൊരുക്കം കൂടെയാണ് ഈ ദുആ. ആ രീതിയിലൊക്കെ ഇതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെ ദുആ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വഫിഖ്നാ ഫീഹി ലിതിലാവത്തിൽ ഖുർആൻ വഖിയാമിൽ ലൈലി ഇങ്ങനെയുള്ള ദുആകളൊക്കെ ചേർത്തിട്ട് ദുആ ചെയ്യാറുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. നോമ്പ് നോക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട്, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യാറുണ്ട്. അതൊക്കെ ദുആ ചെയ്യാം. അത് അറബിയിൽ ചെയ്യാം. അത് മനസ്സിൽ അത്രയും തട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മലയാളത്തിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഈ ദുആ എല്ലാവരും പഠിച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒന്നും കൂടെ ഒരു ഭക്തിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പഠിച്ചിട്ട് അത് ചെയ്യാം. പക്ഷെ നമ്മളുടെ മനസാന്നിധ്യമാണ് പ്രധാനം. അതുകൊണ്ട് അറബിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ അറിഞ്ഞ് ചെയ്യണം. അങ്ങനെ അർത്ഥം മനസ്സിലേക്ക് വരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിലേക്ക് മാറണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൊതുവായിട്ട് ദുആനെ പറ്റിയുള്ള കാര്യങ്ങൾ. മൗസൂറായ ദുആ മാത്രം ഇതിൽ നിന്ന് ഒഴിവാണ്. ഹദീസിലും ഖുർആനിലൊക്കെ ഉള്ള ദുആ അത് അങ്ങനെ തന്നെ ദ്വാരക്കലാണ് കൂടുതൽ ബറക്കത്തുള്ളത് കേട്ടോ. പടച്ചവൻ തൗഫീഖ് നൽകുമാറാവട്ടെ.